മായ സംഭാവനകൾ ഞങ്ങളിലേക്ക് തരുന്ന സഹോദരങ്ങൾ നീ ഖൈർ നൽകണേ റഹ്മാനെ. ഘട്ടം ഘട്ടമായി പടിപടിയായി ഓരോ പടികൾ ഏറ്റെടുക്കാൻ നല്ല മനസ്സുള്ളവരുണ്ട്. അല്ലാഹുവേ, അവരുടെ മനസ്സ് നീ വിശാലമാക്കണേ അല്ലാഹ്. അവരുടെ ബാങ്ക് അക്കൗണ്ട് നീ വിശാലമാക്കണേ അല്ലാഹ്. അവരുടെ ബാലൻസ് നീ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തരുടെയും മഈശത്ത് വിശാലമാക്കണേ അല്ലാഹ്. ഗൾഫിൽ പോകുന്ന സഹോദരങ്ങൾ, നാളെ പോകാനുള്ളവർ, ഇന്ന് പോയവർ, അങ്ങനെ പലരും റബ്ബേ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയവർ ഗൾഫിൽ നിന്ന് അവരുടെ ജില്ലകൾ എന്തായി, നമ്മുടെ ജമാഅത്തിൽ എന്തായി, അവിടുത്തെ പണി എന്തായി. സുബ്ഹാനല്ലാഹ്, നല്ല മനസ്സിന്റെ ഉടമകളാണ്. അവർക്കെല്ലാം നീ ഖൈർ നൽകണേ റഹ്മാനെ. രാവിലെയും രാത്രിയും എത്ര കാറ്റാണ് അടിക്കുന്നത്. ഞാനൊക്കെ എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതിലെ പിടിക്കണം. നമ്മളെ വരെ തെറിച്ചു പോകുന്ന അവസ്ഥയിലുള്ള കാറ്റാണ്. ഈ കാറ്റത്ത് പോലും മരമിറക്കി ജോലിക്ക് പോകുന്നവരുണ്ട്. റബ്ബേ, നീയാണ് തുണ. ആ തടിച്ചരച്ചു വരുന്ന തിരമാലകളെ കൈക്കരുത്തുകൊണ്ടും മനക്കരുത്തുകൊണ്ടും നേരിട്ടുകൊണ്ടും മഹീഷത്തിന് വേണ്ടി പുറപ്പെടുന്നവർ തന്റെ പിഞ്ചു മക്കള് വിശക്കരുത് എന്ന നീയത്താണ്. തന്റെ ഭാര്യയും മക്കളും തന്റെ ഉമ്മയും വാപ്പയും പ്രായമേറെ ചെന്ന വാപ്പമാരും ഉമ്മമാരും വിശക്കരുത് എന്ന ചിന്തയാണ്. അതികഠിനമായ സാഹസികമായ ജോലിയാണ്. മറക്കത്തേകണേ അല്ലാഹ്. ഖദർ നബി അലൈഹിസ്സലാമിന്റെ സഹായം നൽകണേ അല്ലാഹ്. ഇലിയാസ് നബി അലൈഹിസ്സലാമിന്റെ സഹായം നൽകണേ അല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സഹായം നൽകണേ അല്ലാഹ്. നീ കാത്തോണേ അല്ലാഹ്. കൈവിട്ട് കളയല്ലേ അല്ലാഹ്. കച്ചവടം ചെയ്യുന്നവരുണ്ട്, വാഹന മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, കൂലിവേല ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വിവാഹപ്രായം എത്തിയവരുണ്ട്, അവർക്ക് നീ യോജിച്ച ഇണതുണകൾ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. റബ്ബേ, പള്ളിക്ക് വേണ്ടി കൊടുക്കണം എന്നൊരാൾ മറ്റൊരാളോട് പറഞ്ഞാൽ അത് കേട്ടിട്ട് അയാൾ കൊടുത്താൽ ആ പറഞ്ഞവനും കൂലിയുണ്ട്, കൊടുത്തവനും കൂലിയുണ്ട്. അങ്ങനെ നടക്കുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെ വേണ്ടുന്നത് പറയാനും നിർദ്ദേശിക്കാനും, ഒരു ചെറിയ ഇല കണ്ടാൽ അത് പള്ളിയിൽ നിന്ന് എടുത്തു കളയാനും, പള്ളിയുടെ പരിസരം വൃത്തിയാക്കാനും എപ്പോഴും പള്ളി എന്ന ചിന്തയിൽ നടക്കുന്നവരുണ്ട്. ഖൈറേകണേ